അനുഗ്രഹവും വിജയകരവുമായ അമ്പത് നോമ്പിൻ്റെ ഒന്നാം വാരം കഴിഞ്ഞ് രണ്ടാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് ഈ രണ്ടാം വാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സുദിനത്തിലെ ഞായറാഴ്ച ദിവസത്തെ ആരാധനയ്ക്കായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ നോമ്പിൻ്റെ രണ്ടാം വാരത്തിൽ ഈ ഞായറാഴ്ച നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നെല്ലാമാണ്. അത് ഏറ്റുവാങ്ങാൻ നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ പിതാക്കന്മാർ ഈ നോമ്പിൻ്റെ രണ്ടാം വാരത്തിൽ ഞായറാഴ്ച ആർജിച്ചിട്ടുള്ളതായ അനുഭവങ്ങൾ നമ്മുടേതുമാകുവാൻ നമ്മൾ അവരുടെ പാതയിൽ യേശുവിനെ അനുഗമിക്കുകയാണ്. ഈ ഞായറാഴ്ച സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാവം കഴിഞ്ഞ സന്ധ്യയ്ക്ക് വായിക്കേണ്ടതായിരുന്നു. നമ്മളത് അന്നിവിടെ ഇല്ലായിരുന്നു. നമ്മൾ വായിക്കാൻ ഒത്തിട്ടില്ലെങ്കിൽ ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ആ ലാഭോടുകൂടെ നമ്മൾ ഇന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ദാസന്മാർ ഈ രണ്ടാം ഞായറാഴ്ച സന്ധ്യ തുടങ്ങിയത്. മനുഷ്യരോടുള്ളതായ സ്നേഹം മൂലം ഭൂവാസികളുടെ രോഗങ്ങളെയും കറകളെയും ഇല്ലാതാക്കുവാൻ ഈ ലോകത്ത് നിസാരനെ പോലെ കാണപ്പെടുകയും തൻ്റെ അടുത്ത് ചെന്ന കുഷ്ഠരോഗിയുടെ രോഗം സുഖപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ വൈദ്യനായ കർത്താവെ, അങ്ങനെ സ്വർഗീയ വൈദ്യനായ കർത്താവിനെ പിതാക്കന്മാർ പരിചയപ്പെടുത്തുന്ന ദിവസമാണ് ഇന്നത്തെ പുണ്യൻ സുതറാകളിൽ നിന്ന് നമ്മൾ കേട്ട് സ്വർഗീയ വൈദ്യൻ ഇവനാണെന്ന് പറഞ്ഞ് സ്വർഗീയ വൈദ്യനായ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ധ്യാനമാണ് ഇന്നത്തെ ആരാധന. ആ വൈദ്യനിൽ നിന്ന് ആത്മശരീരത്തിലുള്ള സ്വസ്ഥത പ്രാപിക്കുന്ന സുദിനമാണ്. വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ പലവിധമായ രോഗങ്ങളും മുറിവുകളും ചതവുകളും ഉണ്ട്. സ്വർഗീയ വൈദ്യനായ യേശു ഇവിടെ എത്തിയിരിക്കുന്നു. ആ വൈദ്യൻ നമ്മളെ തൊടുകയും നമ്മൾ അവനാൽ തൊടപ്പെട്ട് സൗഖ്യം പ്രാപിച്ച് പുതിയ വസ്ത്രം ധരിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരാകാൻ പോകും എന്നുള്ള പ്രവചനം അന്വർത്ഥമാകുകയാണ്. അങ്ങനെ സ്വർഗീയ വൈദ്യനായ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തിയിട്ട് തൻ്റെ വേല ചെയ്യുവാൻ പറ്റിയ ഒരു വസ്ത്രം നമുക്ക് തരുമെന്നാണ് പറയുന്നത്. ആ വസ്ത്രം വാങ്ങുവാൻ നിങ്ങൾ തയ്യാറാണോ? സ്വർഗീയ വൈദ്യൻ നിങ്ങൾക്ക് സൗഖ്യം തന്നതിന് ശേഷം ഒന്ന് കുളിപ്പിച്ചിട്ട് പുതിയ വസ്ത്രം ധരിപ്പിക്കാൻ പുതിയ വസ്ത്രം കൊണ്ടുവന്നു. വസ്ത്രം വേണോ? റെഡിയാണോ വസ്ത്രം വാങ്ങിക്കാൻ? അപ്പം അങ്ങനെ കർത്താവെ, ഞങ്ങളുടെ പഴയ മനുഷ്യൻ്റെ മലിന വസ്ത്രത്തെ ഉരിഞ്ഞു കളയണം. അപ്പോൾ പഴയ മനുഷ്യൻ്റെ പഴയ വസ്ത്രത്തെ ഉരിഞ്ഞു കളഞ്ഞിട്ട് നീതിയാലും യഥാർത്ഥ പുണ്യത്താലും നിന്നാൽ നിർമ്മിക്കപ്പെട്ട പുതിയ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണം. അപ്പോൾ പിതാക്കന്മാരോടൊപ്പം നമുക്ക് അപേക്ഷയൊന്ന് സമർപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പ്രാർത്ഥനയെ ചൊല്ലാം. കർത്താവെ, ഞങ്ങളുടെ പഴയ മനുഷ്യൻ്റെ മലിന വസ്ത്രത്തെ ഉരിഞ്ഞു കളഞ്ഞ് നീതിയാലും യഥാർത്ഥ പുണ്യത്താലും നിന്നാൽ നിർമ്മിക്കപ്പെട്ട പുതിയ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണം. അപേക്ഷ കർത്താവ് സ്വീകരിച്ചിരിക്കുന്നു. വസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ട്, അത് തരാൻ പോവുകയാണ്. അങ്ങനെ ഈ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നത് തിരുവചനം ധ്യാനിച്ച പിതാക്കന്മാരുടെ ഉൾക്കാഴ്ചകളാണ്. ഇങ്ങനെ നമ്മൾ കർത്താവിനെ ധ്യാനിച്ച് കർത്താവിൻ്റെ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം വേദോത്സവത്തിൽ പലയിടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അത് റോമാലേഖനം 13 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വേദഭാഗം കൂടി ഒന്ന് വായിക്കുകയാണ്. റോമർ 13:14 പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുകയും മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായിട്ട് ചിന്തിക്കരുത്. യേശുക്രിസ്തുവിനെ തന്നെ നമുക്ക് വസ്ത്രം പോലെ ധരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിനെ തന്നെ വസ്ത്രം പോലെ എന്നാൽ നമ്മൾ കർത്താവിൻ്റെ അകത്തിരിക്കും. വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരാൾ വസ്ത്രത്താൽ ആവരണം ചെയ്യപ്പെടുന്നത് പോലെ നമ്മൾ കർത്താവിനെ വസ്ത്രം ധരിക്കുന്നത് പോലെ കൊണ്ടു നടക്കാൻ സാധിക്കും, കർത്താവിനെ അണിയാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു കാര്യം ഓർപ്പിക്കാനാണ് പുരോഹിതന്മാരും മഹാപുരോഹിതരും ശുശ്രൂഷക്കാരും എല്ലാം ഈ കുപ്പായിട്ടിരിക്കുന്നത്. എല്ലാവർക്കും അതുപോലെ കർത്താവ് കുപ്പായം തരും. കുപ്പായം വേണോ? നീതിയുടെ കുപ്പായം എന്നാണ് അതിൻ്റെ പേര്. നീതിയുടെ കുപ്പായം ഇടിയിച്ച് കർത്താവിൻ്റെ കൂടെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കും. കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ കർത്താവ് ചെയ്യുന്ന മറ്റൊരു പണികളുണ്ട്. നമുക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളും പങ്കിട്ടിട്ട് അത് രസകരമാക്കുന്ന ഒരു പരിപാടിയും കൂടിയുണ്ട്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 29 വാക്യത്തിൽ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുവട് ലഘുവുമാണ്. അപ്പോൾ നമുക്ക് വഹിക്കാവുന്നതിനേക്കാൾ വലിയ മുഖം നമ്മുടെ പേര് കാണും. മറ്റുള്ളവർ കെട്ടിവെച്ചതോ നമ്മൾ കയറിയെടുത്തതോ
വന്നു ചേർന്നതായ പലതരം മുഖങ്ങളുടെ വേദനയും സങ്കടവും ഭാരവും നമുക്കുണ്ടാകാം. ആ മുഖമെല്ലാം താഴെ വെച്ചിട്ട് കർത്താവ് തരുന്ന വസ്ത്രം അണിഞ്ഞിട്ട് കർത്താവ് തരുന്ന മുഖവും കൂടെ ഏറ്റുവാങ്ങുക. കർത്താവ് തരുന്ന മുഖമാണെങ്കിൽ അത് മൃദുവും ലഘുവുമായിട്ട് ആണ്. അതുകൊണ്ട് കർത്താവ് തരുന്ന ആ മുഖത്തിന് ഒരു മൃദുത്വമുണ്ട്, ലാഘവത്വമുണ്ട്. മൃദുവും ലഘുവുമായ ആ കർത്താവിൻ്റെ മുഖം ഏറ്റുകൊണ്ട് നടന്നത് നല്ല സുഖകരമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ അസുഖങ്ങളും അസ്വസ്ഥതയും മാറാൻ വേണ്ടി പുതിയ വസ്ത്രം ധരിച്ച് പുതിയ മുഖവും ഏറ്റുവാങ്ങിച്ച് നമ്മൾ നോമ്പിൻ്റെ ബാക്കി ശേഷിക്കുന്ന ദിവസങ്ങൾ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് വാങ്ങുകയാണ്. കർത്താവിൻ്റെ കാൽവറി മലയിലേക്കും കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്കും അതിനുശേഷം ഉയർപ്പിലേക്കും സ്വർഗ്ഗാരോഹണത്തിലേക്കും പെന്തക്കോസ്തിയുടെ അനുഭവത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവരാകാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം റോമർ 14:17 പറഞ്ഞിരിക്കും. ദൈവരാജ്യത്തിൻ്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിന്റെ സന്തോഷമൊക്കെയിൽ ക്രിസ്തുവിനെ സേവിച്ച് മനുഷ്യർക്കുള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമായ ജന്മസാഫല്യം അടയുവാൻ വേണ്ടി നമ്മളെല്ലാവരും കഴുകപ്പെട്ടു. ഒരാഴ്ചത്തെ നോമ്പ് ഉപവാസവും കഴിഞ്ഞ് കർത്താവ് നമ്മളെ കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് പുതിയ നുഖവും തന്ന് കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെയും സ്വർഗ്ഗാരോഹണത്തിൻ്റെയും എല്ലാ അനുഭവത്തിൽ കർത്താവിൻ്റെ ജീവിത പങ്കാളിയാക്കാൻ പോവുകയാണെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് കുപ്പായ ഇടാനായിട്ട് എല്ലാവരും എഴുന്നേൽക്കാം. പുതിയ കുപ്പായം എല്ലാവർക്കും തരാൻ പോവുക. അപ്പോൾ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഒരാളെ ഇപ്പം ഒരു കുപ്പായ അണിയിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എല്ലാ കൂദാശകളിലും അപ്രത്യക്ഷമായ നന്മകളുടെ പ്രത്യക്ഷ കർമ്മമുണ്ട്. ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് ഇപ്പോൾ ഒരാൾ കുപ്പായ ഇടിക്കാൻ പോവുക, അത് പ്രത്യക്ഷമായിട്ട് ചെയ്യുമെങ്കിലും അപ്രത്യക്ഷമായി നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഇതുപോലൊരു കുപ്പായം ധരിപ്പിക്കും. നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശുശ്രൂഷകരായി ശോഭിക്കാൻ പോവുകയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഇപ്പോൾ ഒരാൾ കുപ്പായം അണിഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സൗമൻകാലോ പ്രിയേ, നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും അനുഗ്രഹങ്ങളും യാചിക്കണം. ഞങ്ങളോട് സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാതെ നല്ല ഉന്നതിയും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. കർത്താവേ, സർവാധിപതിയും പരിശുദ്ധനും വിശുദ്ധീകരിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, നീ ആദ്യമില്ലാത്ത വിശുദ്ധനും മാർക്ക് സമീപിക്കാൻ വയ്യാത്ത പ്രകാശത്തിൽ വസിക്കുന്നതിനുമാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നീതിയുടെ കുപ്പായം അണിയുന്നതായ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളും കാലങ്ങളും ആഴ്ചാലുമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കർത്താവ്, ഇപ്പോൾ നിന്റെ ഏകപുത്രന്റെ ശ്രീവായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ നിന്റെ ദാസരായ ഞങ്ങൾ നിന്റെ കരുണയോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സഭയിലെ നിന്നോട് നിന്റെ മുഖമേറ്റ് നിന്നോടത്തെ ജീവിക്കുന്നതായ ഞങ്ങളുടെ ആ ശുശ്രൂഷയാ ജീവിതം ദൈവരാജ്യത്തിന് നീതി, സമാധാനം, പരിശുദ്ധാത്മാവ് സന്തോഷവും ഏറ്റുവാങ്ങി അതിൽ നിന്നെ സേവിക്കുന്നവരാക്കി തീർക്കുവാൻ ഞങ്ങളെ ഇതാ ഇപ്പോൾ സമർപ്പിക്കുന്നു. വിശുദ്ധ സഭയിൽ ഞങ്ങൾ നിന്നാൽ ഉപയോഗിക്കപ്പെട്ട് മൃദുവായ നുഖവും ലഘുവായ ചൂടും ഏറ്റുവാങ്ങി ജന്മസാഫല്യം അടയുവാൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾക്ക് അണിയുവാൻ തക്കൊണ്ട് നീ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന ആ നീതിയുടെ ഉപായങ്ങളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധാലയത്തിൻ്റെ ബഹുമതിക്കും വന്യവും ശ്രേഷ്ഠവുമായ തിരുനാമത്വത്തിനും ഉതകുമാറെ ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമാതാവായ വിശുദ്ധകന്മറിയാവിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും സത്യവിശ്വാസികളായ പിതാക്കന്മാരുടെയും പ്രാർത്ഥനയാൽ ഇവയെ സമർപ്പിക്കുന്നു. അത് സ്വീകരിച്ച് ഞങ്ങളെ അംഗീകരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിക്കുന്നു, കരയുന്നു, അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നാം എല്ലാവരും കൈകൊള്ളപ്പെടുമാറാകട്ടെ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥാ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥാ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും
എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും തൻ്റെ മുഖമേറ്റ് നീതിയുടെ കുപ്പായം അണിഞ്ഞ് വേല ചെയ്ത് മനുഷ്യർക്ക് കൊള്ളാവുന്നതിനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുമാകുവാൻ വിളിച്ചിരിക്കുന്നു. ആ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി ജന്മസാഫല്യം ഇടയുവാൻ നമ്മുടെ സമർപ്പണ കർത്താവിന് പ്രസാദകരമാകുവാൻ തക്കവണ്ണം നമ്മുടെ പ്രതിനിധിയായ ഒരാളിതാ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വിശുദ്ധമുണ്ടായിലേക്ക് സ്വീകരിക്കപ്പെടുന്നു. യജമാനേ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 32 മുതൽ. സൂര്യാസ്തമയത്തോടെ സകല രോഗികളെയും ദുരാത്മാക്കൾ ബാധിച്ചവരെയും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നഗരവാസികൾ മുഴുവൻ തന്നെ വാതിൽക്കൽ വന്നുകൂടി. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം ദുരാത്മാക്കളെ പുറത്താക്കുകയും ചെയ്തു. ദുരാത്മാക്കൾക്ക് അവനെ പറ്റി അറിയാം എന്നുള്ളത് കൊണ്ട് ഒന്നും സംസാരിക്കുവാൻ അവരെ അവൻ അനുവദിച്ചില്ല. പ്രഭാതത്തിൽ അവൻ വളരെ നേരത്തെ എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ശീമോനും കൂടെയുള്ളവരും അവനെ അന്വേഷിച്ച് പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവനോട്, എല്ലാ മനുഷ്യരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, നമുക്ക് സമീപമുള്ള പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, ഇതിനല്ലോ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ ഗലീല മുഴുവനും സിനഗോഗുകളിൽ പ്രസംഗിക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു. അനന്തരം ഒരു കൂട്ടരോഗി അവന്റെ അടുക്കൽ വന്ന് പാദത്തെങ്കിൽ വീണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു കൈനീട്ടി അവനെ തൊട്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവൻ കുഷ്ഠം മാറി ശുദ്ധനായി തീർന്നു. യേശു അവനെ വിലക്കിക്കൊണ്ട്, നോക്കൂ, നീ ഇതാരോടും പറയരുത്, എന്നാൽ നീ പോയി ആചാര്യന്മാരുടെ സാക്ഷ്യത്തിന് നിന്നെ അവർ കാണിച്ചു കൊടുത്ത് മോശ കൽപ്പിച്ചിട്ടുള്ള പ്രകാരം നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ പോയി ഇതേപ്പറ്റി വളരെയേറെ സംസാരിക്കുവാനും ഈ വാർത്ത പ്രചരിപ്പിക്കുവാനും തുടങ്ങി. അതുകൊണ്ട് പരസ്യമായി ഒരു പട്ടണത്തിലും പ്രവേശിക്കുവാൻ യേശുവിന് കഴിഞ്ഞില്ല. തന്നിമിത്തം അവൻ പുറത്തെ വിജനമായ പ്രദേശത്ത് വസിച്ചു. എങ്കിലും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ അവൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. നോമ്പിന്റെ 2-ാം വാരത്തിൽ നമ്മുടെ ആത്മശരീര മനസ്സുകളുടെ അശുദ്ധമായ കുഷ്ഠരോഗത്തിന്റെ ആ പാപരോഗത്തെ സുഖമാക്കുവാൻ കർത്താവ് ഇപ്പോൾ കൈവപ്പ് തന്നിരിക്കുകയാണ്. പക്ഷേ ബാഹ്യമായി ലഭിക്കുന്ന ഈ സൗഖ്യത്തിന് ആന്തരികമായ സൗഖ്യ ശുദ്ധീകരണ പൂർത്തീകരണത്തിന് കുറേ സമയം കൂടി എടുക്കുമെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ബാഹ്യമായി നമുക്ക് എന്തെല്ലാം കിട്ടിയാലും ആന്തരികമായി അത് ഹൃദയത്തിന്റെ അടിത്തട്ട് വരെ എത്തുവാൻ സമയമെടുക്കും. അതുകൊണ്ട് ശുദ്ധീകരണം പൂർത്തിയാകുന്നതുവരെ നമ്മൾ മറ്റുള്ളവരുമായുള്ള ഇടപെടൽ കുറയ്ക്കുന്നത് നല്ലതാണെന്ന് അവിടെ പറഞ്ഞത്. കർത്താവ് ഈ രോഗിയെ സുഖമാക്കുന്നവരെ ഉദ്ഘാടനം ചെയ്ത് അത് ശരീരത്തിൻ്റെ ശുദ്ധി തുടങ്ങി വെച്ചു. അത് ദേഹിയിലേക്കും ആത്മാവിൻ്റെ ഉള്ളറകളിലേക്കും കടന്നു ചെന്ന് ദേഹവും ദേഹി ആത്മാവും ഒരുപോലെ ശുദ്ധീകരിക്കപ്പെട്ടാലേ കർത്താവിനെ രുചിച്ചറിയാൻ സാധിക്കുള്ളൂ. ശുദ്ധീകരണം പാതി വഴിയായപ്പോൾ അല്ലെ തുടങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ ഈ കുഷ്ഠരോഗി അതെല്ലാവരും പറഞ്ഞതുകൊണ്ട് അവന് ശുദ്ധീകരണം പൂർത്തിയാകാതെ അത് അപകടകാരിയായി അവൻ മാറി. കർത്താവിൻ്റെ വേലയ്ക്ക് തടസ്സമായി അവൻ മാറി. അവനോട് ഇപ്പം ഇതാരോടും മിണ്ടണ്ട, നീ പള്ളിയിൽ പോവും, ആരാധനയെ സംബന്ധിക്ക് ബാക്കി പണി അച്ഛനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് വ്യക്തിപരമായി രഹസ്യമായി ചെയ്യുന്ന പണിയുടെ ബാക്കി അച്ഛന്മാർ ചെയ്യുന്നുണ്ട്. അച്ഛന്മാരെങ്ങനെയുള്ളവരാണെങ്കിലും ആരാണെങ്കിലും ഇഷ്ടമില്ലാത്തവരാണെങ്കിലും അവരെ ദൈവമാണ് അവിടെ ആക്കിയിരിക്കുന്നത്. അവർക്ക് കൂടെ മാത്രം കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ പോയി അവിടുത്തെ അച്ഛനിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചോണം. അതിനടുത്ത ഞായറാഴ്ചയുടെ കുർബാനയില്ല, നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ കിട്ടിയ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയണം. അങ്ങനെ വികാരി അച്ഛൻ്റെ അടുത്ത് നിന്ന് സത്യകുമ്പസാരം നടത്തി നിങ്ങളെ തന്നെ കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ബാഹ്യമായി തുടങ്ങി കിട്ടിയിരിക്കുന്ന അനുഗ്രഹം പൂർത്തീകരിപ്പാൻ വികാരി അച്ഛന്മാർക്ക് കൂടെ കിട്ടുന്ന അനുഗ്രഹം കൂടെ വാങ്ങിച്ചതിന് ശേഷമേ നമുക്ക് സ്വർഗാരോഹണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും കർത്താവിൻ്റെ ബന്ധുക്കസ്ഥയുടെ അനുഭവങ്ങളെല്ലാം പൂർണ്ണമാക്കാൻ കഴിയുന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പുരോഹിതങ്ങൾക്ക് കൂടെ
കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ, കുടിശ്ശിക തീർത്തത് ഏറ്റുവാങ്ങി നമ്മുടെ ജീവിതയാത്ര തുടർന്നത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പാവോദന പ്രാർത്ഥന നടത്തുക. കർത്താവ് രഹസ്യമായി നിങ്ങളുടെ വീട്ടിൽ വന്നും നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ വന്നും നിങ്ങളുടെ പലയിടങ്ങളിൽ വെച്ച് പലതും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് അപൂർണതയിലാണ്. അത് പൂർത്തീകരിപ്പാൻ ഇന്നിതാ ഇവിടെ വഴിപാട് നടത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 2ാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. നമ്മളിന്ന് കേട്ടതായ സന്ദേശങ്ങൾ നമുക്ക് പ്രത്യാശയും അനുഗ്രഹവും നൽകിയിരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഈ ലോകത്തിലെ പാപവും ശാപവും രോഗവും നമുക്ക് തന്നതായ എല്ലാ അശുദ്ധമായ നമ്മുടെ വസ്ത്രങ്ങളെയും ഉരിഞ്ഞു കളഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ തന്നെ ധരിക്കുവാൻ തക്കവണ്ണം പിതാവ് നമുക്ക് പുത്രനെ ജീവിത പങ്കാളിയായും വസ്ത്രമായും സംരക്ഷകനായും രക്ഷകനായും കൂട്ടുകാരനായും എല്ലാം തന്നിരിക്കുകയാണ്. കാരണം കർത്താവിനെ നമ്മൾ 100% സ്വീകരിച്ചിട്ടുണ്ടോ? അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്തിയോ? നമുക്കിന്ന് ഏറ്റവും അധികം പ്രത്യാശ നൽകുന്ന കിട്ടിയ സന്ദേശം, നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ഭാരം വഹിക്കേണ്ട, നമ്മുടെ എല്ലാ ഭാരങ്ങളും നമ്മളോടത്ത് വഹിക്കാൻ തയ്യാറാണെന്ന്. പിന്നെ നമ്മൾ എന്തിനൊറ്റയ്ക്ക് വിഷമിക്കുന്നു? എല്ലാ ഭാരങ്ങളും സ്വർഗത്തിലെ അപ്പച്ചനെ ഏൽപ്പിച്ചാൽ അപ്പച്ചൻ അത് കുറച്ചെടുത്തേക്ക് പുത്രനെ ഏൽപ്പിക്കും. പുത്രൻ്റെ അത് നമുക്ക് മേലാത്തെല്ലാം എടുത്തിട്ട് നമുക്ക് വഹിക്കാവുന്ന ഒരു കൊച്ചു ഭാരം മാത്രമേ ഇങ്ങോട്ട് തരുള്ളൂ. അങ്ങനെ സ്വർഗത്തിലെ കുടുംബവുമായിട്ടുള്ള നമ്മുടെ ബന്ധം സജീവമാകുമ്പോൾ എന്നത്തെയും ജീവിതം രസകരമായിരിക്കും. അത് മൃദുവായ നുഖവും ലഘുവായ ചൂടുമേറ്റുള്ളതായ സന്തുഷ്ടമായ ജീവിതമായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. ഈ ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെയാണ് ഒരു വസ്ത്രം പോലെ ധരിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ചില വിഷമമുള്ള കാര്യമാണോ? റോമാലേഖനം 13:14 യേശുവിനെ തന്നെ ധരിച്ചുകൊള്ളുക എന്ന് പറയും. അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയായി ഇതിൻ്റെ വിദ്യ പഠിച്ചത്? ക്രിസ്തുവിനെ തന്നെ ധരിക്കുക. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായിട്ട് ചിന്തിക്കരുതെന്നും പറയുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾക്ക് നമ്മുടെ അകത്തെ മനുഷ്യനെ യേശുവിനെ തന്നെ വസ്ത്രം ധരിക്കുന്നത് പോലെ അണിഞ്ഞുകൊണ്ട് നടക്കാൻ സാധിക്കും. ആ കർത്താവിന് നമ്മളെ അരയിൽ കെട്ടിക്കൊണ്ട് നടക്കാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് കർത്താവിന് നമ്മളെ അണിയാൻ സാധിക്കും എന്നൊരു വലിയ രഹസ്യമാണോ? ആഭരണങ്ങൾ ധരിക്കുന്ന പോലെ അവൻ നമ്മളെ ധരിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ നമുക്ക് കർത്താവിനെയും നമ്മളെയും ധരിക്കുവാനുള്ള വലിയ സാധ്യതയാണ് സഭാജീവിതത്തിൽ സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ തടസ്സം എന്താണ്? കർത്താവിനെ തന്നെ ധരിക്കണമെങ്കിൽ, കർത്താവിനെ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ വസ്ത്രം നെയ്തെടുക്കണം. വസ്ത്രം നെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? നെയ്ത്തുശാലയിൽ ചെന്നാൽ വസ്ത്രം നെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാൻ സാധിക്കും. അതിന് ഊടും പാവും എന്ന് പറഞ്ഞ 2 തരം നൂലുകളുണ്ട്. നെടുകയും കുറുകയുമുള്ള നൂലുകൾ. അവ ഇണങ്ങി അത് അതിൻ്റെ ഇണകൾ കൂടെ അതിൻ്റെ ഊടും പാവും അങ്ങനെ നെയ്തെടുത്താണ് വസ്ത്രം ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് വസ്ത്രം ആയി തീരുവാൻ പിതാവ് തന്നിരിക്കുന്ന ആ പുത്രൻ തൻ്റെ പ്രാണനെ, ഓരോ ദിവസത്തെയും പ്രാണനെ നൂല് പോലെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നീട്ടിത്തരും. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ നിന്ന് തൻ്റെ ദേഹി, തൻ്റെ പ്രാണൻ നമുക്ക് വസ്ത്രമായി തീരാൻ വേണ്ടി നൂല് പോലെ താഴോട്ട് ഇറങ്ങി വരും. പക്ഷെ അത് ഞാന്ന് കിടക്കും ഇങ്ങനെ. നമ്മുടെ പ്രാണൻ അതിൻ്റെ ഇടയിൽ കൂടെ തുളച്ച് കയറണം. എങ്ങനെയാ ഈ നെയ്ത്ത് നടക്കുന്ന അറിയാമോ? ഈ നെടുക കിടക്കുന്ന ഈ നൂല് 2ആയിട്ടങ്ങ് മാറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഓടമെന്ന് പറഞ്ഞൊരു സാധനം കയറി അങ്ങോട്ട് പോകും. കണ്ടിട്ടുണ്ടോ? ഓടം കണ്ടിട്ടില്ലായിരിക്കും അല്ലേ? ഓടമെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ഓടത്തിനകത്ത് നൂലുണ്ട്. നെയ്ത്തുകാർ നെടുക കിടക്കുന്നതായ ഈ നൂല് അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഘടിപ്പിച്ചിരിക്കുക. ആ നൂലിൻ്റെ ഇടയിൽ ഒരു വിടവുണ്ടാകത്തക്കൊണ്ട് അതിനെ അകത്താനുള്ള ഒരു പ്രത്യേക സാധനം അതിൻ്റെ ഇടയിൽ കാണും. താഴെ ചവിട്ടാനുള്ള സാധനമുണ്ട്. ആ ചവിട്ടി കഴിയുമ്പോൾ ഈ നൂല് 2ആയിട്ട് പൊങ്ങി നിൽക്കും. ഇടയിൽ കൂടെ ഒരു വിടവുണ്ടായിരിക്കും. ആ വിടവിൽ കൂടെ ഓടമെന്ന് പറയുന്ന സാധനം ഓടി ഇങ്ങോട്ട് വരും. ഇങ്ങേപ്പുറം വന്നു കഴിയുമ്പോൾ അടുത്ത ചവിട്ടി കഴിഞ്ഞാൽ അതുവരെ നിന്ന നൂല് സ്ഥാനം മാറും.
മുകളിൽ നിന്ന് നൂല് താഴോട്ടും താഴത്തെ നൂല് മുകളിലോട്ടും വരും. അടുത്ത വേറൊരു വിടവുണ്ടാവും. ഇങ്ങനെ ഇടത്തുകാലും വലത്തുകാലും കൊണ്ട് ഓരോ ചവിട്ടുമ്പോൾ നൂല് പൊങ്ങുകയും താഴുകയും ചെയ്യും. അതാദ്യം പൊങ്ങുന്ന നൂലല്ല രണ്ടാമത് പൊങ്ങുന്നത് മറ്റേ നൂലായിരിക്കും. നൂലുകൾ മാറി മാറി പൊങ്ങുകയും താഴുകയും ചെയ്യുമ്പോഴേക്കൂടെ ഒരു വിടവുണ്ടാകും. ആ വിടവിൽ കൂടിയാണ് ഓടം ഓടുന്നത്. ഓടം ഓരോ പ്രാവശ്യം ഓടുമ്പോഴും നൂലതിലൂടെ ഓടിക്കൊണ്ടിരിക്കും. നൂലിനെ ഓടിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ഓടം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യം നൂല് ഇപ്പറേ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ചവിട്ടി കഴിയുമ്പോൾ അടുത്ത നൂല് പൊങ്ങി നിൽക്കും. അങ്ങനെ രണ്ടു കാലം ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നെയ്ത്തുശാലയിലെ യന്ത്രം നൂലുകളെ ഇങ്ങനെ മാറ്റി മാറ്റി ഓടത്തിന് ഓടാൻ പറ്റിയ വിടം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ കൈയും കൊണ്ട് ഓടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരിക്കും. കണ്ടിട്ടുണ്ടോ? നെയ്ത്തുശാലയിൽ നെയ്യുന്ന ആളുടെ കൈ ഈ ഓടം ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊണ്ട് ആട്ടുന്ന ഒരു പണിയുണ്ട്. അതുകൊണ്ട് കൈയും കാലും ശരിക്ക് ചലിപ്പിച്ച് ഈ നീളത്തിൽ കിടക്കുന്ന ഈ നൂലിനെ വിടവുണ്ടാക്കി അതിൽ കൂടെ ഓടം ഓടിച്ച് അങ്ങനെ പൊനഞ്ഞ് അങ്ങനെ എല്ലാ നൂലിൻ്റെയും ഇടയിൽ കൂടെ ഓടം ഓടിയാണ് ഇത് വസ്ത്രമായിട്ട് മാറുന്നത്. പഴയ കാലങ്ങളിൽ കൈകൊണ്ട് ചെയ്ത് ഇപ്പം മെഷീനാണ് ചെയ്യുന്നത്. നെയ്ത്തുശാലയിലെ മെഷീൻസിനെ കൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. പഴയ കാലങ്ങൾ അത് നെയ്ത്തുശാലയിൽ നെയ്ത്തുകാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ തോർത്തൊക്കെ അങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മളെ നെയ്ത്ത് പഠിപ്പിക്കും. അപ്പച്ചൻ തൻ്റെ പുത്രൻ്റെ പ്രാണനെ നീണ്ടു കിടക്കുന്ന താഴോട്ട് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ചുറ്റും വന്ന് നീണ്ടു കിടക്കുന്ന ഞാന്ന് കിടക്കുന്ന നൂലായിട്ട് ഇങ്ങോട്ട് തരും. നമ്മുടെ പ്രാണൻ അത് ഓടമായിട്ട് ഇതിനെ ചുറ്റിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഓരോ പ്രാവശ്യം സ്തുതി സ്തോത്രം പറയുമ്പോൾ നമ്മളുടെ ഈ പ്രാണൻ കർത്താവിൻ്റെ പ്രാണനുമായി ഇണങ്ങി എഴുകി ചേരുക. അപ്പോൾ ഒരു വസ്ത്രത്തിൻ്റെ ഊടും പാവും നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. നെടുകയും കുറുകയുമുള്ള നൂലുകൾ പൊനഞ്ഞാണ്, ചുമ്മാ കിടക്കുകയല്ല. ഒരു നൂലിൻ്റെ അകത്തൂടെ കയറി മറ്റേ നൂലിൻ്റെ വിടവിൽ കൂടെ അങ്ങനെ പൊനഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ നെയ്തിരിക്കുന്നതാണ് ആ വസ്ത്രത്തിൽ ഊടുമുണ്ട് പാവുമുണ്ട്. അപ്പോൾ സ്വർഗത്തിലെ പിതാവിൻ്റെ പുത്രൻ നമുക്ക് നേരിട്ട് നമുക്ക് തൻ്റെ പ്രാണനെ നൂല് പോലെ ഇങ്ങോട്ട് നമ്മുടെ ചുറ്റും കൊണ്ട് ഞാത്തി തരും. നമ്മുടെ ഓടം, നമ്മുടെ സ്തുതിയുടെ സ്തോത്രത്തിൻ്റെ ആരാധനയുടെയും മധ്യത്തിൽ നമ്മുടെ പ്രാണൻ അതിനകത്തുകൊണ്ട് ഇങ്ങനെ ഓടം പോലെ ഓടിക്കൊണ്ടിരിക്കും. കർത്താവിനെ ചുറ്റി ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നെയ്തെടുത്ത ഒരു വസ്ത്രമായി നമുക്ക് മാറാൻ സാധിക്കും. കർത്താവിൻ്റെ കുപ്പായം നെയ്തെടുത്തതായിരുന്നു. കന്യാമറിയാം കർത്താവിനിടാനുള്ള വസ്ത്രം ഇങ്ങനെയാണ് നെയ്തത്. കേട്ടിട്ടുണ്ടോ? തയ്യലില്ലാത്ത കുപ്പായമാണ് കർത്താവ് ധരിച്ചത്. അതെങ്ങനെയാണെന്നറിയാവോ? ആദ്യം ഒരു ഹാങ്ങറയിലോട്ട് നൂലിങ്ങനെ നീട്ടി അങ്ങോട്ടിടും. ഒരാളുടെ അളവെടുത്തിട്ട് അപ്പോൾ 5.5 അടി അല്ലെങ്കിൽ 6 അടി നീളം ഉണ്ടായിരുന്ന കർത്താവിന് 6 അടി നീളത്തിലുള്ള നൂല് താഴോട്ട് ഞാത്തി അങ്ങോട്ടിടും. എന്നിട്ട് അത് ഒരറ്റം തൊട്ട് പനഞ്ഞ് താഴോട്ട് വരിക. അപ്പോൾ അങ്ങനെ നീണ്ടു കിടക്കുന്ന ആ നൂലിൻ്റെ ഇടയിൽ കൂടെ ചുറ്റി അങ്ങനെ നേരെയുള്ള ആ താഴം വരെയുള്ള കുപ്പായം അങ്ങനെ. എന്നിട്ട് പിന്നെ കൈയുടെ അവിടെ വെച്ചാൽ മടവിട്ടേക്കും. പിന്നെ കൈയുടെ അവിടെ നിന്ന് കുറേ നൂല് അങ്ങോട്ട് നീട്ടിയിട്ടിട്ട് അതും ഇങ്ങനെ നെയ്ത് തയ്യലില്ലാതെ നെയ്തെടുത്ത ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ രൂപത്തിൽ നെയ്തെടുക്കുക. അങ്ങനെയുള്ള കുപ്പായത്തിനാണ് ഇത് കീറിക്കളയണമെന്ന് ചീട്ടിട്ടെടുത്തു. കുരിശിച്ചോരെ നല്ല മനോഹരമായിരുന്നു. അത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അതേ ഷെയ്പ്പിൽ ഒരു വസ്ത്രം നെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ കർത്താവിന് അങ്ങനത്തെ വസ്ത്രം നമ്മളെക്കൊണ്ട് നെയ്യിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ കർത്താവിനെ അതുപോലെ കർത്താവ് ഇട്ടിരുന്ന കുപ്പായം പോലെ നമ്മൾ ധരിക്കണം. കർത്താവിൻ്റെ അമ്മച്ചി ഉണ്ടാക്കി കൊടുത്ത വസ്ത്രം പോലെ ആ കുപ്പായം പോലെ നമ്മൾക്കും കർത്താവിനെ അതുപോലെ വസ്ത്രം പോലെ നെയ്യാൻ തരും. മാതാമ്മച്ചിയെ വിളിച്ചാൽ മതി. വിളിക്കുന്നോ? മാതാമ്മച്ചിയെ കൂടെ വിളിക്കുകയല്ലേ? മാതാമ്മച്ചി വന്നാട്ടെ ഞങ്ങളെന്ന് നെയ്ത്ത് പഠിപ്പിക്കണം. ആ യേശുവിൻ്റെ ശരീരത്തിൽ നല്ല ഭംഗിയായിട്ട് കിടന്ന ആ ശരീരത്തിൻ്റെ ഷെയ്പ്പ് അനുസരിച്ച് നെയ്ത് കൊടുത്തതായ അതുപോലൊരു കുപ്പായം ഞങ്ങൾക്കൂടെ എന്നിട്ട് ഞങ്ങളെ അങ്ങ് ഇടിക്കണം. അപ്പോൾ മാതാമ്മച്ചി വന്ന് സ്വർഗത്തിലെ അപ്പച്ചൻ സംഭാവന ചെയ്ത പുത്രൻ്റെ പ്രാണനെ ഇങ്ങനെ നീട്ടി നൂല് പോലെ താഴോട്ടിടും. നമ്മുടെ ചുറ്റുമേ നമ്മൾ അതിനകത്തിരിക്കും. നമ്മുടെ അളവിൽ മാതാമ്മച്ചി നമ്മുടെ പ്രാണനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഞാൻ എല്ലാ ദിവസവും പുത്തൻ വസ്ത്രങ്ങൾ നെയ്ത് തന്ന് അത് അണിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. വസ്ത്രം നെയ്ത് കഴിഞ്ഞാൽ വെളിയോട്ട് ഇറങ്ങാവൂ കേട്ടോ, അല്ലാതെ ഇറങ്ങിയേക്കരുത്. അപ്പം അതുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് നെയ്ത് തുടങ്ങിക്കോണം. അതിരാവിലെ എഴുന്നേറ്റ് അന്നത്തേക്കുള്ള വസ്ത്രം നെയ്ത്
കർത്താവിനെ അണിഞ്ഞുകൊണ്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ എതിലേ പോയാലും നമ്മളെ ആര് കാണും? യേശുവായിട്ട് കാണാൻ സാധിക്കും. മറ്റുള്ളവർക്ക് നമ്മളിൽ യേശുവിനെ കാണാൻ സാധിക്കും. നമ്മളെ തൊട്ട് ആരെ തൊട്ട പോലെ ഇരിക്കും? യേശുവിനെ തൊട്ട പോലെ ഇരിക്കും. അപ്പം അങ്ങനെ നമുക്ക് യേശുവിൻ്റെ സാക്ഷിയാകാൻ സാധിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്നത്തെ വേദഭാഗത്തിൽ ആ കാര്യമുണ്ട്. ഇന്നത്തെ വേദഭാഗത്തിൽ പരിശുദ്ധ കന്യാമറിയാം 30 കൊല്ലം ഇങ്ങനെ കർത്താവിന് അണിയാനുള്ള വസ്ത്രം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു. ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് പോയ വഴിക്ക് തൊട്ടവർക്കൊക്കെ ഈ വസ്ത്രത്തെ തൊട്ടാൽ മതിയായിരുന്നു. ആ വസ്ത്രത്തിൽ മാതാവിൻ്റെയും കർത്താവിൻ്റെയും ആത്മാവുണ്ട്, മാതാവിൻ്റെയും കർത്താവിൻ്റെ സ്നേഹമുണ്ട്. അതിനകത്ത് ഓരോ നൂലയിലും അവരുടെ കൈ തൊട്ടതാണ്, അല്ലേ? ആ ഓരോ നൂലും ഈ മാതാവിൻ്റെ കൈ കൂടെ കയറി ഇറങ്ങിപ്പോയതാ. മാതാവിൻ്റെ കയ്യിൽ കൂടെ മുട്ടിയിട്ടാണ് ഇത് നെയ്തിരിക്കുന്നത്. ആ കരസ്പർശനും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സൂക്ഷ്മതയുടെയും എല്ലാം കരസ്പർശം അതിനകത്തുണ്ട്. അത് കർത്താവ് പരിശുദ്ധി അങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും ഈ കർത്താവിൻ്റെ വസ്ത്രത്തെ തൊട്ട് കർത്താവിനെ കണ്ടാൽ മതിയായിരുന്നു. കണ്ടവർക്കെല്ലാം സൗഖ്യം കിട്ടിയെന്ന് പറയും. സൂര്യാസ്തമയത്തോടുകൂടെ സകല രോഗികളെയും ദുരാത്മാക്കൾ ബാധിച്ചവരെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മർക്കോസ് 1:32. നഗരവാസികൾ മുഴുവൻ തന്നെ വാതിൽക്കൽ വന്നുകൂടി. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം ദുരാത്മാക്കളെ പുറത്താക്കുകയും ചെയ്തു. ദുരാത്മാക്കൾക്ക് അവനെപ്പറ്റി അറിയാമെന്നുള്ളതുകൊണ്ട് സംസാരിക്കുവാൻ അനുവദിച്ചുമില്ല. മിണ്ടി പോകരുത് എന്ന് പറഞ്ഞ് അവരെ അടക്കിയിരുത്തി. അങ്ങനെ പ്രഭാതത്തിൽ അവൻ വളരെ നേരത്തെ എഴുന്നേറ്റ് ഒരു വചനസ്ഥലത്തേക്ക് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം എല്ലാ ദിവസവും കർത്താവ് ഇങ്ങനെ പുത്തൻ അനുഗ്രഹത്തിൻ്റെ വസ്ത്രം നെയ്യുന്നുണ്ടായിരുന്നു. പുതിയ കൃപയുടെ പുതിയ നീതിയുടെയും വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് കർത്താവ് വേല ചെയ്തത്. അതിന് അതിരാവിലെ പിതാവിൻ്റെ സന്നിധിയിൽ പോകുമായിരുന്നു. നമുക്ക് ആ സ്വഭാവമുണ്ട്. പ്രഭാതത്തിൽ വളരെ നേരത്തെ എഴുന്നേറ്റ് ഒരു വചനസ്ഥലത്തേക്ക് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഈ നോമ്പ് കാലത്ത് അതിരാവിലെ എഴുന്നേറ്റ് സ്വർഗത്തിലെ അപ്പച്ചൻ്റെ അടുത്തേക്ക് പോകണം. അപ്പച്ചൻ്റെ മോൻ കൂടെ ഇരുന്നവരെ എന്നെ ഒന്ന് ഇരുത്തണമെന്ന് പറയാം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇനിയും തുടങ്ങാം, അല്ലേ? അപ്പം അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് അപ്പച്ചൻ്റെ കൂടെ ഇരിക്കാൻ പഠിച്ചാൽ വളരെ രസമാണ് അവനത്തെ സമയം. പിതാവിനോട് പറയേണ്ട, പിതാവേ, പുത്രൻ അതിരാവിലെ എഴുന്നേറ്റ് മലയിൽ വന്ന് കൂടെ ഇരുന്ന് പഠിച്ച ആ പ്രാർത്ഥന എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കണം. പുസ്തകത്തിലെ ചൊല്ലിയാൽ മാത്രം അതാവുകയില്ല. പുസ്തകത്തിലെ എല്ലാം അറിയില്ല, അതില്ലേ? പുസ്തകത്തിലെ ചൊല്ലിക്കിട്ടിയാൽ പോരാ, അല്ലാത്തൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പഠിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ പിതാവിനോട് ഇരിക്കാം, സമയം പോകുന്ന അറിയയില്ല. അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും പുത്തനാക്കാനും പുതിയ കൃപയോടെ, പുതിയ പ്രത്യാശയോടെ, പുതിയ സന്തോഷത്തോടെ പകൽ ചെയ്യേണ്ട പണി എന്താണെന്ന് പിതാവ് നമ്മളെ പഠിപ്പിക്കും. ഇന്ന് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. അത് നമ്മളെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് അതിനുള്ള എല്ലാ കരുക്കളുമായി, അതിനുള്ള എല്ലാ സഹായങ്ങളുമായിട്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത്. എല്ലാ ദിവസവും അങ്ങനെ പുത്തനാകാൻ സാധിക്കും. അങ്ങനെ വരുന്നവർക്ക് സഹായം ലഭിക്കും എന്നുള്ള കാര്യം ഓർമ്മിക്കും. അപ്പം ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഇതേ ശുശ്രൂഷ കർത്താവ് തുടരുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന പേര് ഇന്ന അസുഖമായിട്ട് വരും, ഇന്നവർക്ക് ഇന്ന പ്രശ്നമായിട്ട് അവർ വരുന്നത്, അവരെ ആശ്വസിപ്പിക്കാനുള്ള അനുഗ്രഹം തന്നുവിടുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ രാത്രിയിലേ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഇന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ പറ്റിയ കരുക്കളും സാധനങ്ങളുമായിട്ടാണ് ഇപ്പോൾ ആരാധന ഇവിടെ നടത്തിയത്. ഇവിടുത്തെ ആരാധനയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യം ഇത്, അത് പുത്തനായിരിക്കും. എല്ലാ കുർബാനയും പുത്തനായിരിക്കും. എല്ലാ കുർബാനയും കർത്താവിൻ്റെ കൂടെ ഇരുന്നതിന് ശേഷം കർത്താവ് എഴുന്നേക്കാൻ പറയുമ്പോൾ എഴുന്നേറ്റ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതിയതുമായി വന്ന് വിതരണം ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് രസകരമായി തോന്നുന്നത്. ഇതേ പണി നിങ്ങൾക്കും ആകാമെന്ന് പറഞ്ഞില്ല. ഇത് എന്നും വന്ന് അനുഭവിച്ചു പോയാൽ മാത്രം പോരാ, നിങ്ങൾ ഈ പണി ചെയ്യണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ പിതാവിൻ്റെ കൂടെ ഇരുന്ന പുത്രൻ ഇങ്ങനെ രാത്രിയിൽ പിതാവിൻ്റെ കൂടെ ഇരുന്ന് അതിരാവിലെ പോയി സമ്പാദിച്ചത് അനുഗ്രഹങ്ങൾ വരുന്നവർക്കെല്ലാം വിതരണം ചെയ്തുകൊണ്ടായിരുന്നു. ശീമോനും കൂടെയുള്ളവരും അന്വേഷിച്ച് പുറപ്പെട്ടു. നിങ്ങളുടെ മക്കള് നിങ്ങളെ രാവിലെ കാണാഞ്ഞിട്ട് തപ്പി പിടിച്ച് വന്നപ്പോൾ പ്രാർത്ഥന മുറി ഇരിക്കുന്നു കണ്ടിട്ടുണ്ടോ? മാതാപിതാക്കളോട് ചോദിക്കുക. കർത്താവിൻ്റെ ശിഷ്യന്മാരെ രാവിലെ എഴുന്നേറ്റപ്പോൾ കർത്താവിനെ കാണാനില്ല. തപ്പി എവിടെ ചെന്നു? മലയുടെ മുകളിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥന മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ടോ പ്രാർത്ഥന മുറിയിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട വീട്ടുകാരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടു കഴിഞ്ഞാൽ അവരോട് ഞങ്ങളെയും കൂടെ യുദ്ധമൊന്ന് പഠിപ്പിക്കണം. അതുകൊണ്ട് ആരെയും നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കേണ്ടത്, തന്നെ പ്രാർത്ഥിക്കാൻ വരും അവർ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കണ്ടാൽ. അങ്ങനെ യേശു പല പ്രാവശ്യം സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നതും വെളുപ്പിനെ പ്രാർത്ഥിച്ച് വരുന്നതും കണ്ടപ്പോൾ പകലത്തെ ജോലിയും കൂടെ കണ്ടു വളരെ രസമാണ് കർത്താവിൻ്റെ പരിപാടി. ഇത് കൊള്ളാമല്ലോ, നല്ല പരിപാടിയാണല്ലോ.
ഒത്തിരി നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവ് ഞങ്ങളെയും കൂടി ഒന്ന് പഠിപ്പിക്കാവോ ഈ വിദ്യ. നേരത്തെ അവർക്കറിയാവുന്ന ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അത് ചെല്ലിട്ടൊന്നും ഈ പരിപാടി നോക്കുന്നില്ല. ഈ പ്രാർത്ഥന, ഈ രഹസ്യ പ്രാർത്ഥന, അത് ഞങ്ങളെ കൂടെ നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ജോലിക്കാരിയോ അയൽവക്കംകാരെങ്കിലും ഞങ്ങളെ കൂടെ വെച്ചിയൊന്ന് പഠിപ്പിക്കുക. സങ്കേതമന്ത്രി പോക്ക് തുടങ്ങിയെടുത്ത നാളായില്ലേ, ഞങ്ങളെ കൂടി ഒന്ന് കൊണ്ടുപോകണമെന്ന് വല്ലതും പറഞ്ഞു. സങ്കേതവനത്തിൽ വന്നതിൻ്റെ ഗുണം കാണുമ്പോൾ ഞങ്ങളെ കൂടി ഒന്ന് ഞങ്ങളോട് വരട്ടെ എന്നാരും പറഞ്ഞിട്ടുണ്ടോ? ശരിയാ, നിങ്ങളുടെ വരവും പോക്കും പ്രാർത്ഥനയും ശരിയായാലുള്ള ഗുണം ഇതാണ്, ആൾ കൂടും, കുറേ വരും, പലരെ ഇത് പഠിപ്പിക്കേണ്ടി വരും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് ശീമോന് കൂടെയുള്ളവരും പുറപ്പെട്ട് കണ്ടെത്തിയപ്പോൾ എല്ലാ മനുഷ്യരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മറ്റുള്ളവർ നമ്മളെ അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ എവിടുന്നാണ് പോകേണ്ടത്? പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വേണം അങ്ങോട്ട് ഇറങ്ങി. പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള അനുഗ്രഹവും നിറച്ച് കൈ കൊണ്ടും കൊണ്ടെല്ലാം വരുന്നവർക്കെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകും. പോസ്റ്റ്മാൻ വരുന്ന പോലെ. പോസ്റ്റ്മാൻ്റെ കയ്യിൽ എന്നാക്കെയുണ്ട്? മണി ഓർഡറുണ്ട്, പാഴ്സലുണ്ട്, എഴുത്തുകളുണ്ട്, എന്തെല്ലാം സാധനമായിട്ടായിരുന്നു. പോസ്റ്റ്മാനെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. നമ്മൾ ഓടിച്ചെല്ലുക, അന്ന് എനിക്ക് വല്ലതും ഉണ്ടോന്നൊക്കെ ചോദിക്കില്ലേ. ഇതുപോലെ സ്വർഗത്തിൽ പോയി സ്വർഗത്തിലെ പോസ്റ്റ് ഓഫീസിൽ ചെയ്യുന്ന എല്ലാവരുടെയും എഴുത്തുകളും സമ്മാനങ്ങളും സന്ദേശങ്ങളൊക്കെ ആയിട്ട് വന്നാൽ വളരെ രസമായിരിക്കും പരിപാടി. അങ്ങ് കർത്താവിൻ്റെ ആ ഇറങ്ങി വരവും ശീമോൻ്റെ ആ ഇടപെടലും കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാ മനുഷ്യരും നിന്നെ അന്വേഷിക്കുന്നെന്ന് പറഞ്ഞു. അവൻ അവരോട്, നമുക്ക് സമീപമുള്ള പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെ എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, ഇതിനല്ലോ ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള ആ ബോധം. ഇപ്പോൾ കർത്താവിന് ആ ദൈവവിളി ബോധം ഉണ്ടായിരുന്നു. നമുക്ക് ആ ബോധമുണ്ടോ? ദൈവവിളി ബോധം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള ബോധത്തോടെ പോകുമ്പോൾ ചെല്ലുന്നവർക്കെല്ലാം അനുഗ്രഹം കിട്ടിക്കോളും. അപ്പോൾ ദൈവവിളി ബോധത്തോടെ വേണം കല്യാണം കഴിച്ച് വലുതാല് കുത്തി മണവാട്ടി അങ്ങോട്ട് കയറാൻ. ഈ മണവാളിനെ ദൈവം എനിക്ക് തന്നതാണ്, ഈ വീട് ദൈവം എനിക്ക് തന്നതാണ്, ഇവിടെയാണ് എൻ്റെ വേല എന്ന് പറഞ്ഞ കർത്താവ് തന്നതിനെയും സ്വീകരിച്ച് അവരോടൊപ്പം വേല ചെയ്യുമ്പോൾ അവിടെ അനുഗ്രഹം ഉണ്ടായിക്കോളും. അങ്ങനെ ദൈവവിളി ബോധത്തോടെ ഭാവി ജീവിതത്തിലേക്ക് കടക്കുവാൻ വേണ്ടിയാണ് നോയമ്പും പ്രാർത്ഥനയും ഉപവാസവും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നത്. നമുക്ക് സമീപമുള്ള പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, ഇതിനല്ലോ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അവൻ ഗലീല മുഴുവനും സിനഗോഗിൽ പ്രസംഗിക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. കർത്താവിൻ്റെ ജീവിത പരിപാടിയാണ് എഴുതിയിരിക്കുന്നത്. നോമ്പിൻ്റെ ഒന്നാമത്തെ ആഴ്ച കഴിഞ്ഞ് രണ്ടാം വാരത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പിതാക്കന്മാർ ഇത് വായിക്കാൻ വെച്ചിരിക്കും. നമ്മളും ഈ യേശുവിനെ അനുഗമിക്കണം, യേശുവിനെ പോലെയാകണമെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ അണിഞ്ഞുകൊണ്ട് പോകാമെങ്കിൽ യേശുവിനെ മറ്റുള്ളവർ കാണുന്ന യേശുവിനെ കർത്താവ് അവർക്ക് അനുഗ്രഹകരമായിട്ട് കിട്ടിക്കോളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കർത്താവിൻ്റെ കുപ്പായം നെയ്ത്തെ വിജയിച്ചോ? പിതാവായ ചെയ്യുന്നവരാൻ താഴോട്ടുള്ള നൂല് ഇട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ നൂലിൽ എന്നാ പറ്റി? നമ്മുടെ നൂല് ഓടത്തിനകത്ത് കയറ്റി ഓടിച്ചുകൊണ്ടിരിക്കണം, എങ്കിലേ ഇത് നെയ്ത്ത് നടക്കുകയുള്ളൂ. നെയ്ത്ത് നടക്കാതെ ഈ നൂലും കൊണ്ട് നടന്നാൽ വല്ല ഗുണമുണ്ട്? അത് ചുമ്മാ ഞാന്ന് കിടക്കും, അത് അങ്ങോട്ട് ചുട്ട മാറിയും പോകും. വസ്ത്രത്തിൻ്റെ ഗുണമൊന്നും ചുമ്മാ ഞാന്ന് കിടക്കുന്ന പറയുന്ന നൂലിന് വസ്ത്രത്തിൻ്റെ ഗുണമൊന്നുമില്ല. ദൈവം തമ്പുരാൻ, പിതാവായ ദൈവം തമ്പുരാൻ തൻ്റെ പുത്രൻ്റെ പ്രാണനെ മുഴുവനും ഞാന്ന് കിടക്കുന്ന നൂലായി തന്നിട്ടുണ്ട്. നമ്മുടെ ചുമതല ആ ദിവസവും നെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇടപെടാതെ അവനെ സ്തുതിക്കണം എന്ന് പറയുന്നത്. ഈ സ്തുതി സ്തോത്രമാണ് ഓടത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക. അങ്ങനെ എല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ചെയ്യാമെങ്കിൽ ഇങ്ങോട്ട് വന്ന കർത്താവിൻ്റെ കൂടെ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ കൂടും പാവും പോലെ ഇണങ്ങി നെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് കർത്താവിനെ പുത്തൻ കൃപയോടെ ശുശ്രൂഷിക്കാൻ സാധിക്കും. അതിൻ്റെ തടസ്സം എന്നാണെന്നറിയാവോ? ആ കാര്യം റോമാലേഖനം 13-14 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെടിയണം. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നെയ്ത്ത് നടത്താറില്ല. അവര് ഇരുട്ടത്ത് ദൈവം അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്തുള്ള പ്രാണനെ പാതാളത്തിൽ കളയുന്നവരായിരിക്കും. പ്രാണനെ പാതാളത്തിൽ കളയുന്നവർക്ക് നെയ്യാൻ നൂല് കാണുമോ? കാണുകയില്ല. അത് പാതാളത്തിലേക്ക് കൊണ്ടുപോയി പാതാളത്തിന് ഗോപുരം പണിക്ക് പിശാചങ്ങ് ഉപയോഗിക്കും. അതുകൊണ്ടാണ് നമുക്ക് വസ്ത്രമില്ലാതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ വസ്ത്രം അണിയുന്നത് പോലെ കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ കാര്യം ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ഇതുവരെ തീർന്നിട്ടില്ല. വെളിച്ചത്തിൻ്റെ ആയുധവർക്കം ധരിച്ചിട്ടുമില്ല. പകൽ സമയത്തെന്ന പോലെ മര്യാദയ്ക്കാണോ നടപ്പ്? മര്യാദകളെല്ലാം തന്നെ നൂല് കളയുന്ന പരിപാടിയാണ്. കണ്ടോ? വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. ഇതെല്ലാം നൂല് കളയുന്ന പരിപാടിയാണ്. ഇതെല്ലാം കളഞ്ഞിട്ട് യേശുവിനോടുള്ള സ്നേഹത്തിൽ, ദൈവാത്മാവിൽ യേശു ക്രിസ്തുവിനെ
എനിക്ക് അണിയണം, പിതാവ് എനിക്ക് നൂല് തന്നിട്ടുണ്ട്, എൻ്റെ നൂല് അതിൻ്റെ കൂടെ ഇടയിൽ കൂടെ കയറണം. സ്തുതിയുടെ സ്തോത്രത്തിൻ്റെ ആരാധനയുടെയും ആ ഇടപെടാത്ത പ്രവർത്തനം കൊണ്ട് അങ്ങനെ വസ്ത്രമായി മാറിക്കഴിയുമ്പോൾ ആ യേശുവിനെ അണിഞ്ഞുകൊണ്ട് പോകുന്നിടത്ത് അനുഗ്രഹം കിട്ടും. തൊടുന്നവർക്ക് എല്ലാ അനുഗ്രഹം, കാണുന്നവർക്ക് എല്ലാ അനുഗ്രഹം കിട്ടും. ഈ നോമ്പ് കൊണ്ട് അങ്ങനെ ആ പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ വേദഭാഗത്തിൽ മറ്റൊരു കാര്യം, ഒരു കുഷ്ഠരോഗി വന്ന് സുഖം പ്രാപിച്ചു. പക്ഷെ ആ സുഖം അപൂർണമായിരുന്നു. നീ ഇതിപ്പോൾ ആരോടും പറയണ്ട, പണി തീർന്നിട്ടില്ല, ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. പുറമേ നോക്കിയാൽ തീർന്നു, പക്ഷെ കാണാവുന്ന അകത്തെ പണി തീർന്നിട്ട് ഇല്ല. അത് പൂർത്തീകരിക്കുന്ന പണി ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുക, പള്ളിയിൽ പോകും. അപ്പോൾ ഈ ഞായറാഴ്ച ഈ പണി ചെയ്തിട്ട് അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ പള്ളിയിൽ പോകാനായിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച ഇവിടെ പോകാനില്ല, എന്നെ കർത്താവ് വേറെ പള്ളിയിലോട്ട് വിടുക. അവിടെ പോകണ്ടേ? കോഴഞ്ചേരി സെൻറ്റ് മാത്യൂസ് പള്ളിയിൽ ധ്യാനം നടത്താനായിട്ട് അവിടുത്തെ വികാരി എത്തി വിളിച്ചിരിക്കുക. കർത്താവിന് ചോദിച്ചപ്പോൾ ഞാൻ അച്ഛനെ കൊണ്ട് വിളിപ്പിച്ച് പൊക്കോളാനും പറഞ്ഞു. അപ്പോൾ ഞാൻ പോകണ്ടേ? വിളിക്കുന്നിടത്തൊക്കെ പോകണ്ടേ? അത് കഴിഞ്ഞ് 28-ാം തീയതി ഇവിടെ പിന്നെ ഉണ്ട് കുർബാന. അപ്പോൾ ഇടവോ പള്ളിയിലെ ഇവിടുത്തെ കുർബാനയോട് വ്യത്യാസം എന്നാണെന്നറിയാമോ? ഇടവോ പള്ളി നിങ്ങളുടെ റേഷൻ കടയാണ്. നിങ്ങളുടെ റേഷൻ കാർഡ് അവിടെ കൊണ്ടുചെന്നാൽ നിങ്ങളുടെ റേഷൻ കിട്ടും. റേഷൻ വാങ്ങിച്ചില്ലല്ലോ, കുഴപ്പം എന്നാണെന്നറിയാമോ? അത് വലിയ സങ്കടമായി റേഷൻ കടക്കാരന്. കാരണം ഇതിവിടെ വിറ്റിട്ട് വേണം അടുത്ത റേഷൻ കൊണ്ടുവന്ന്, അയാളുടെ വയറ്റപ്പഴപ്പിൻ്റെ പ്രശ്നമാണ്. റേഷൻ കൊണ്ടുവന്ന് അത് കൊടുത്തെന്ന് രേഖ കാണിച്ചെങ്കിൽ മാത്രമേ അടുത്ത റേഷൻ കടക്കാരനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ വികാരി അച്ഛൻ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ പേരിൽ കേസൊന്നും വരല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ കാർഡ് അവിടെയാണ്, നിങ്ങളുടെ റേഷൻ അവിടെയേ വരുള്ളൂ. അതുകൊണ്ട് അത് കുടിശ്ശിക വരുത്തരുത്. പിന്നെ അവർക്ക് ഒരു പരീക്ഷയുണ്ട്. വല്ലവരും റേഷൻ വാങ്ങിക്കാതെ വരികയാണ് ബ്ലാക്കിന് വിൽക്കാനായിട്ട്, ഈ സാധനം റേഷൻ കടയിലെ സാധനം മിച്ചം വരുന്നത് ബ്ലാക്കിന് വിൽക്കുക, അത് കേസാണ്. അങ്ങനെ ബ്ലാക്കിന് വിൽപ്പിക്കേണ്ടി വരുമോ? നമ്മൾ വാങ്ങേണ്ടത് വാങ്ങിച്ചില്ലേ അവിടെ കെട്ടിക്കിടക്കുന്നു. അത് വേറെ ദൈവഹിതമല്ലാത്ത തരത്തിലായാലും ദുർവിനിയോഗം ചെയ്യാൻ. ഇപ്പം നമ്മുടെ നമ്മൾ വാങ്ങിച്ചോണം, നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക, നിനക്കുള്ളത് എടുത്തുകൊള്ളുക. അപ്പോൾ വികാരി അച്ഛനിൽ കൂടെ മാത്രം കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്, അത് കുടിശ്ശിക വരുത്തരുത്. അതിന് പള്ളിയിൽ പോയി വാങ്ങേണ്ടതൊക്കെ. അതുകൊണ്ട് വികാരി അച്ഛനെ റേഷൻ കടക്കാരൊന്നും ഇഷ്ടപ്പെടാതെ ആളാണെങ്കിലും നമുക്കുള്ള റേഷൻ വാങ്ങിക്കുന്നുണ്ട് കുഴപ്പമുണ്ട്. നമുക്കുള്ള റേഷൻ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ കാള് കാണിച്ച് വാങ്ങിച്ചോണ്ടെങ്കിൽ പോരണം. എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അവിടെ സ്വഭാവം. പക്ഷേ നമുക്കുള്ള റേഷൻ അവിടെ ആയിപ്പോയി. ഈ കാര്യം അറിയണം. എന്നാൽ റേഷൻ കട കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായം? എല്ലാ സാധനവും റേഷൻ കടയിൽ നിന്ന് കിട്ടുമോ? അതിന് ആ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും ഒക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് റേഷൻ വാങ്ങിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി വേറെ ആദ്യ സാധനമൊക്കെ വാങ്ങിച്ചോണം, അവരും ജീവിക്കണ്ടേ. ഇപ്പോൾ ധ്യാനമൊന്നുമില്ല, സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും പോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടാത്തതൊക്കെ തന്നെ നിങ്ങളെ സന്തുഷ്ടരാകാൻ വേണ്ടി. അതുകൊണ്ട് ഇത് പള്ളിക്ക് പകരമല്ല. പള്ളിയിൽ പോകേണ്ടവർ പോകണം, പള്ളിയാളുടെ ബന്ധം സജീവമാക്കിക്കണം. പക്ഷെ എല്ലാം അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ട, സൂപ്പർ മാർക്കറ്റിൽ നോക്കും ഇവിടെയും വന്ന് വാങ്ങിച്ചു. അങ്ങനെ നിങ്ങൾ ധന്യരായി ജീവിച്ചാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം രണ്ടിടത്തും പോകാം അല്ലേ? ആ കാര്യം പറഞ്ഞിരിക്കുന്നു. നമ്മുടെ തലളെ ഉണക്കാൻ പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. കർത്താവ് എങ്ങനെയാണ് പരിശുശ്രൂഷ ചെയ്തതെന്നും അത് ആർക്കെല്ലാം അനുഗ്രഹകരമായെന്നും അത് എങ്ങനെയായിരുന്നെന്നും പിതാവിൻ്റെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനകരമായി നിങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ ആ പുത്രൻ തമ്പുരാൻ്റെ മാതൃകയിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ കേൾക്കുന്നു. അതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പുരോഹിതന്മാരിൽ കൂടെ, ഞങ്ങളുടെ വികാരിച്ചന്മാരിൽ കൂടെ, സഭയിലൂടെ മാത്രം ഞങ്ങൾക്ക് കിട്ടുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അത് ഞങ്ങൾ കുടിശ്ശിക വരുത്തിയെങ്കിൽ ക്ഷമിക്കണം. കർത്താവ് ഞങ്ങൾക്ക് നേരിട്ട് സൗഖ്യം തരും, ഞങ്ങളുടെ പാപരോഗം മാറ്റും, പാപത്തിന് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാണ് പലതും തരുമെങ്കിലും ആ പിതാവായ ദൈവത്തിൻ്റെ അതിനെയാണ് പുരോഹിതന്മാരെയും പള്ളിയെയും അവരുടെ ശുശ്രൂഷകളെയും വെച്ചിരിക്കുന്ന കാര്യം കർത്താവ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതിന് ശേഷം ബാക്കി പണി അച്ഛൻ ചെയ്യുമെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് അയച്ചതുപോലെ ഞങ്ങളെ നീ ഏത് പള്ളിയിലെ അംഗമാക്കിയിരിക്കുന്നു ആ പള്ളിയിൽ പോയി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കുടിശ്ശിയൊക്കെ തീർത്ത് അവിടുത്തെ റേഷൻ വാങ്ങിച്ച് ആ റേഷൻ കടക്കാരനെയും സന്തോഷനാക്കി അവരിൽ നിന്ന് കിട്ടേണ്ടതും വാങ്ങിച്ച് ബാക്കി കിട്ടുന്നിടത്ത് പോയി സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ സന്തുഷ്ടരായി സമൃദ്ധിയായി ജീവിച്ച് ജന്മസാഫല്യമടയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിട്ട് തന്നെ.